നമസ്കാരം. പ്രധാന വാർത്തകൾ. ഗോവിന്ദച്ചാമിയെ വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിലെത്തിച്ചു. ജയിൽ ചാടിയ സംഭവത്തിൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത പ്രതിയെ വിയ്യൂരിലെത്തിച്ചത് ഉച്ചയോടെ. ജയിൽ ചാട്ടം സംബന്ധിച്ച് പ്രത്യേക അന്വേഷണത്തിന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. വടക്കാഞ്ചേരിയിൽ വീണ്ടും വാഴക്കൊമ്പൻ. രാവിലെ ഇറങ്ങിയ കാട്ടാന അകമലയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പ്രദേശത്തെ വാഴക്കൊമ്പൻ ഇറങ്ങുന്നത് തുടർച്ചയായ 11ാം ദിവസം. ഒറ്റപ്പാലം നഗരസഭയിലെ വാർഡ് വിഭജനത്തിലെയും വോട്ടർ പട്ടികയിലെയും പാളിച്ചകൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മുസ്ലിം ലീഗ്. വോട്ടർ പട്ടികയിലും വാർഡ് വിഭജനത്തിലും മാറ്റം വരുത്താതെ നീതിപൂർവമായി തിരഞ്ഞെടുപ്പ് നടത്താനാകില്ല. കൂടുതൽ വോട്ടർമാരുള്ള വാർഡിൽ 1500-ലേറെ വോട്ടർമാർ. കുറവ് വോട്ടർമാരുള്ള ഏതാനും വാർഡുകളിൽ വോട്ടർമാരുടെ എണ്ണം 700-ൽ താഴെ മാത്രമെന്നും മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി. മണ്ണൂരിലും വോട്ടർ പട്ടികയിൽ പാളിച്ചയാരോപിച്ച് മുസ്ലിം ലീഗ്. പട്ടാമ്പി IPT റോഡ് നവീകരണം കുളപ്പുള്ളി വരെ നീട്ടും. IPT മുതൽ കുളപ്പുള്ളി വരെ 1.5 കിലോമീറ്ററിലേറെ ദൂരം നവീകരിക്കാൻ തീരുമാനമായത് ഷൊർണൂർ MLA നടത്തിയ ഇടപെടലിൽ. മാസങ്ങൾക്ക് മുമ്പ് നവീകരിച്ച ഷൊർണൂർ പരുത്തിപ്ര വാടനംകുറിശി റോഡ് വീണ്ടും തകർച്ചയിൽ. പാതയിലെ പല ഭാഗങ്ങളിലും വലിയ കുഴികൾ. റോഡ് നവീകരിച്ചത് 2.5 കോടി രൂപ ചിലവിൽ. വഴിതിരിഞ്ഞൊരു പ്രതിഷേധയാത്ര. SDPIയുടെ വേറിട്ട സമരം. പൂർണ്ണ തകർച്ചയിലായ ഷൊർണൂർ കുളപ്പുള്ളി പാതയിൽ. കാലവർഷക്കലി. പരക്കെ നാശനഷ്ടം. നിരവധി വീടുകൾ തകർന്നു. വ്യാപക കൃഷിനാശവും. ഇരായിരി പഞ്ചായത്തിന്റെ പമ്പ് ഹൌസിൽ മോഷണശ്രമം. 2 പേരെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. ഓടി രക്ഷപ്പെട്ട മറ്റ് 2 പേർക്കായി തിരച്ചിൽ ഊർജിതമാക്കി പോലീസ്. വാർത്തകൾ വിശദമായി. ഗോവിന്ദച്ചാമിയെ വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിൽ എത്തിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30-യോടെയാണ് ഗോവിന്ദച്ചാമിയെ വിയ്യൂരിലെത്തിച്ചത്. കഴിഞ്ഞ ദിവസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നു ചാടിയ ഗോവിന്ദച്ചാമിയെ മണിക്കൂറുകൾക്കകം പിടികൂടി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇന്നലെ പുലർച്ചെയാണ് ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടിയത്. മണിക്കൂറുകൾക്കകം തന്നെ പോലീസിന്റെ പിടിയിലാവുകയും ചെയ്തു. നീണ്ടനാൾ ഗോവിന്ദച്ചാമി ജയിൽ ചാടാനായി പദ്ധതിയിട്ടിരുന്നു. ജയിൽ ചാടിയാൽ ആളെ തിരിച്ചറിയാതിരിക്കാനായി അലർജിയുണ്ടെന്ന് പറഞ്ഞ് താടി വടിക്കാതെ രൂപം മാറ്റി. ശരീരഭാരം കുറയ്ക്കുന്നതിനായി ഭക്ഷണം ക്രമീകരിച്ചു. ജയിലിന്റെ കമ്പി മുറിക്കുവാനായി ചെറിയ ആയുധം ശേഖരിച്ചു. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവരുടെ വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടി ജയിൽ ചാടുന്നതിനായി വടമാക്കി ഉപയോഗിച്ചു. ജയിലിന് മുകളിലെ ഫെൻസിങ്ങിൽ മാസങ്ങളായി വൈദ്യുതി പ്രവഹിക്കാത്തതും ഗോവിന്ദച്ചാമിക്ക് തുണയായി. പക്ഷേ ജയിൽ ചാടി മണിക്കൂറുകൾക്കകം കണ്ണൂർ നഗരത്തിലെ കെട്ടിടത്തിനകത്തെ കിണറിൽ നിന്ന് ഗോവിന്ദച്ചാമിയെ പോലീസ് പിടികൂടി. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഗോവിന്ദച്ചാമിയെ വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിൽ തന്നെ പാർപ്പിക്കുക എന്നത് വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന ജയിലാണ് വിയ്യൂർ അതീവ സുരക്ഷാ ജയിൽ. 536 പേരെ പാർപ്പിക്കാൻ ശേഷിയുള്ള ജയിലിൽ നിലവിൽ 125 കൊടും കുറ്റവാളികളാണ് ഉള്ളത്. അവിടേക്കാണ് ഗോവിന്ദച്ചാമി കൂടി എത്തുന്നത്. സെൻട്രൽ ജയിലുകളെ അപേക്ഷിച്ച് വലിയ സുരക്ഷാ സംവിധാനമാണ് വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിലുള്ളത്. 4.2 മീറ്റർ ഉയരത്തിലുള്ള സെല്ലുകളിൽ CCTV ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട്. സെല്ലുകളിലുള്ളവർക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ കഴിയില്ല. ഭക്ഷണം കഴിക്കാൻ പോലും കുറ്റവാളികളെ പുറത്തിറക്കാതെ സെല്ലുകളിലേക്ക് എത്തിച്ചു നൽകും. ജയിലിന് പുറത്ത് 6 മീറ്റർ ഉയരത്തിൽ 700 മീറ്റർ ചുറ്റളവിലുള്ള മതിലും അതിനു മുകളിൽ 10 അടി ഉയരത്തിൽ വൈദ്യുത വേലിയുമുണ്ട്. കൂടാതെ 4 വാച്ച് ടവറുകളും 24 മണിക്കൂറും ആയുധധാരികളായ സുരക്ഷാ ഉദ്യോഗസ്ഥരുമടക്കമുള്ള ജയിൽ കൂടിയാണ് വിയ്യൂർ അതീവ സുരക്ഷാ ജയിൽ. അതുകൊണ്ട് തന്നെ ഒരു കുറ്റവാളിക്ക് ജയിൽ ചാടുക എന്നത് അസാധ്യമാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കാഞ്ചേരി അകമല കുഴിയോട് പ്രദേശത്ത് വാഴക്കൊമ്പന്റെ ശല്യം രൂക്ഷമാകുന്നു. തുടർച്ചയായ 11ാം ദിവസവും കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കൃഷി സംരക്ഷിക്കാനും സമാധാനത്തോടെ ജീവിക്കാനും സാഹചര്യമൊരുക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. ഇന്ന് രാവിലെയും പ്രദേശത്തെ കൃഷിയിടത്തിൽ വാഴക്കൊമ്പനെത്തി. ആനയെ കണ്ട തൊഴിലാളികൾ ഭയന്നോടി. തൊഴിലാളികൾ മൊബൈലിൽ പകർത്തിയ ആനയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വിവരമറിഞ്ഞ് വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു. മനുഷ്യ വന്യജീവി സംഘർഷം പതിവായ ഈ മേഖലയിൽ RRT സംഘത്തെ രൂപവൽക്കരിക്കാൻ DFO 2 വർഷം മുമ്പ് ഉത്തരവിറക്കിയിരുന്നു. അകമല കേന്ദ്രീകരിച്ച് രൂപം നൽകിയ RRTക്ക് ആവശ്യമായ വനപാലകരെ ഡിവിഷനിലെ വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് റൊട്ടേഷൻ വ്യവസ്ഥയിൽ നിയോഗിച്ചുകൊണ്ടായിരുന്നു ഉത്തരവ്.
എന്നാൽ ഒന്നും നടപ്പായില്ലെന്ന് കർഷകർ ആരോപിക്കുന്നു. വാഴക്കൊമ്പൻ്റെ ആക്രമണത്തിൽ നിന്ന് തങ്ങളുടെ കൃഷിയിടം സംരക്ഷിക്കാനും സമാധാനപരമായി ജീവിക്കാൻ അവസരമൊരുക്കാനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി നിള ആശുപത്രി മുതൽ IPT വരെയുള്ള പാത നവീകരണം കുളപ്പുള്ളിയിലേക്ക് കൂടി നീട്ടാൻ തീരുമാനം. 1.6 കിലോമീറ്റർ ദൂരമാണ് നവീകരിക്കാൻ പി മമ്മിക്കുട്ടി MLAയുടെ ഇടപെടലിനെ തുടർന്ന് തീരുമാനമായത്. പട്ടാമ്പി മുതൽ IPT വരെയുള്ള പാത നവീകരണത്തിന് വേഗത പോരെന്ന പരാതിയുണ്ടെങ്കിലും കുളപ്പുള്ളി വരെ നീട്ടാനുള്ള തീരുമാനം ഏറെ ഗുണകരമാകും. പട്ടാമ്പി നിള ആശുപത്രി മുതൽ IPT വരെയുള്ള പാത നവീകരണത്തിന് പുറമെ കുളപ്പുള്ളിയിലേക്ക് കൂടി നീട്ടാനാണ് തീരുമാനമായിരിക്കുന്നത്. 1.6 കിലോമീറ്റർ ദൂരമാണ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുക. ഇതിൻ്റെ ഭാഗമായി പരിശോധനകൾ കിഫ്ബിയുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കി. പി മമ്മിക്കുട്ടിയുടെ ഇടപെടലിനെ തുടർന്നാണ് പാത നവീകരണം കുളപ്പുള്ളിയിലേക്ക് കൂടി നീട്ടാൻ തീരുമാനമായിരിക്കുന്നത്. 1.5 കിലോമീറ്റർ പാത തകർച്ചയിലാണ്. ഈ സാഹചര്യത്തിലാണ് MLAയുടെ ഇടപെടൽ. നിലവിൽ നിർമ്മാണം നടക്കുന്ന പട്ടാമ്പി IPT വരെയുള്ള 14 കിലോമീറ്റർ ദൂരം പാത നവീകരണം കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നടപ്പിലാക്കി വരുന്നത്. കുളപ്പുള്ളിയിലേക്കുള്ള നവീകരണവും കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പട്ടാമ്പി IPT വരെയുള്ള പാത നവീകരണത്തിന് വേഗത പോരെന്ന പരാതി നിലനിൽക്കുന്നുണ്ടെങ്കിലും കുളപ്പുള്ളിയിലേക്ക് കൂടി നീട്ടാനുള്ള തീരുമാനം ഏറെ ഗുണകരമാകും. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. ഷൊർണൂർ കുളപ്പുള്ളി റോഡ് തകർച്ചയ്ക്കെതിരെ വേറിട്ട പ്രതിഷേധവുമായി SDPI മുനിസിപ്പൽ കമ്മിറ്റി ഷൊർണൂരിൽ നിന്ന് കുളപ്പുള്ളിയിലേക്ക് റോഡ് തിരഞ്ഞ് യാത്ര നടത്തിയാണ് അധികാരികളുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധിച്ചത്. പ്രകടനം കുളപ്പുള്ളി ടൗണിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം SDPI പാലക്കാട് ജില്ലാ സെക്രട്ടറി മജീദ് ഷൊർണൂർ ഉദ്ഘാടനം ചെയ്തു. SDPI മുനിസിപ്പൽ സെക്രട്ടറി ഷക്കീർ കല്ലിങ്ങൽ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് TM മുസ്തഫ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ, സെക്രട്ടറി സിദ്ദിഖ് ഷൊർണൂർ, വിമൻ ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ സെക്രട്ടറി ജസീന മജീദ്, മണ്ഡലം പ്രസിഡന്റ് ഷാക്കിറ സത്താർ, ഷൊർണൂർ നഗരസഭാ കൗൺസിലർ ഹസീന അഷറഫ്, മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് താഹിർ കുളപ്പുള്ളി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പിരായിരി പഞ്ചായത്തിന്റെ പമ്പ് ഹൗസിൽ മോഷണ ശ്രമം. മോഷ്ടാക്കളിൽ 2 പേരെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. 2 പേർ ഓടി രക്ഷപ്പെട്ടു. മേപ്പറമ്പ് ഉണ്ണിരാംകുന്ന് വീട്ടിൽ 21 വയസ്സുള്ള സിക്കന്ദർ ബാഷ, ചാവക്കാട് വലിയകത്തു വീട്ടിൽ ബഷീർ എന്നിവരാണ് പിടിയിലായത്. പൂടൂർ പുഴയിൽ പിരായിരി പഞ്ചായത്തിന്റെ അധീനതയിലുള്ള പമ്പ് ഹൗസിലെ മോട്ടോർ മോഷ്ടിച്ച് കാറിൽ കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് മേപ്പറമ്പ് ഉണ്ണിരാംകുന്ന് വീട്ടിൽ 21 വയസ്സുള്ള സിക്കന്ദർ ബാഷ, ചാവക്കാട് വലിയകത്ത് വീട്ടിൽ 50-കാരൻ ബഷീർ എന്നിവരെ നാട്ടുകാർ പിടികൂടി കോട്ടായി പോലീസിൽ ഏൽപ്പിച്ചത്. കൂടെയുണ്ടായിരുന്ന 2 പേർ ഓടി രക്ഷപ്പെട്ടു. വെള്ളിയാഴ്ച വൈകുന്നേരം മാത്തൂർ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ആനിക്കോട് പമ്പ് ഹൗസിൽ വെള്ളം തുറക്കുന്നതിനു വേണ്ടി പോയ പമ്പ് ഓപ്പറേറ്റർ സുജിത്താണ് മോട്ടോർ മോഷ്ടിച്ച് കാറിൽ കടത്താൻ ശ്രമിക്കുന്നത് കണ്ടത്. ഉടനെ കോട്ടായി പോലീസിൽ വിവരം അറിയിച്ചു. നാട്ടുകാരും പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളെ പാലക്കാട് 1-ാം ക്ലാസ് ജുഡീഷ്യൽ കോടതിയിൽ ഹാജരാക്കി 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മാസങ്ങൾക്ക് മുൻപ് നവീകരിച്ച ഷൊർണൂർ പരുത്തിപ്ര വാടനംകുറിശി പാതയിൽ വീണ്ടും തകർച്ച തുടങ്ങി. പാതയിലെ പല ഭാഗങ്ങളിലായി കുഴികൾ രൂപപ്പെട്ടു. 3 കിലോമീറ്ററോളം വരുന്ന പാത 2.5 കോടി രൂപ ചിലവഴിച്ചാണ് നേരത്തെ നവീകരിച്ചത്. ഷൊർണൂർ നഗരസഭാ പരിധിയിലെ പ്രധാന റോഡുകളിലൊന്നാണ് ഈ കാണുന്ന ഷൊർണൂർ പരുത്തിപ്ര വാടനാകുറിശി പാത. ടൗണിൽ നിന്നും നെടുങ്ങോട്ടൂർ, മുണ്ടായ, വാടനാകുറിശി ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിലേക്ക് പോകാനുള്ള തിരക്കേറിയ പാത കൂടിയാണിത്. വർഷങ്ങൾക്ക് മുൻപേ വീതിയില്ലാതെയും തകർന്ന തരിപ്പണമായി കിടന്നിരുന്ന റോഡ് കൂടിയായിരുന്നു ഇത്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാത കൂടുതൽ സഞ്ചാരയോഗ്യമല്ലായിരുന്നു. ഇതേ തുടർന്നാണ് പാത നവീകരിച്ചത്. 1 വർഷത്തോളമായി നവീകരണം നടപ്പാക്കിയിട്ട്. എന്നാൽ പാത വീണ്ടും തകർച്ചയിലായി. പോസ്റ്റ് ഓഫീസ് പരിസരത്തുൾപ്പെടെ പല ഭാഗങ്ങളിലും ഇതിനകം ചെറുതും വലുതുമായ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. കുഴികളിൽ വെള്ളം കെട്ടിനിന്ന് ബൈക്ക് യാത്ര ദുരിതത്തിലായിട്ടുണ്ട്.
സർക്കാരിൻ്റെ നഗരവികസന ഫണ്ടിൽ നിന്നും ഷൊർണൂർ നഗരസഭയ്ക്ക് ലഭിച്ച 2.5 കോടി രൂപ ചിലവഴിച്ചാണ് പാത നവീകരിച്ചത്. നേരത്തെ ഉണ്ടായിരുന്ന വീതിയിൽ നിന്നും ഇരുവശങ്ങളിലും വീതി കൂട്ടി ഗുണനിലവാരത്തോടുകൂടി 3.5 കിലോമീറ്റർ ദൂരമാണ് നവീകരിച്ചത്. വർഷകാലമായതിനാൽ പാതയിൽ കൂടുതൽ കുഴികൾ രൂപപ്പെട്ട് തകർച്ച രൂക്ഷമാകാനാണ് സാധ്യത. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം നഗരസഭയിൽ വാർഡ് വിഭജനത്തിൻ്റെയും വോട്ടർ പട്ടികയുടെയും അപാകതയ്ക്കെതിരെ മുസ്ലിം ലീഗ്. ആനുപാതികമായ രീതിയിൽ വീടുകളെ ഉൾപ്പെടുത്തി നിയമാനുസൃതം വാർഡ് വിഭജനം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2024 ഒക്ടോബർ 1 അസസ്മെന്റ് രജിസ്റ്റർ പ്രകാരം നഗരസഭയിലെ വാസഗൃഹങ്ങൾ 22,245 എന്നാൽ ഡീലിമിറ്റേഷൻ പ്രകാരം 15,767 വാസഗൃഹങ്ങളാണ് ഉള്ളത്. ഇതിൽ നിന്നും 6,478 വാസഗൃഹങ്ങളുടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്രകാരം കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിലെ വാസഗൃഹങ്ങൾ 11,197 മേൽപ്പറഞ്ഞ ഡീലിമിറ്റേഷൻ പ്രകാരം ഇതിൽ 4,570 ഗൃഹങ്ങളുടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ വോട്ടർ പട്ടിക പ്രകാരം ഏറ്റവും കൂടുതൽ വോട്ടുള്ള 3 വാർഡുകൾ 11, 24, 36 വാർഡുകളും കുറഞ്ഞ വോട്ടുള്ള വാർഡുകൾ 5, 20, 21 വാർഡുകളുമാണ്. വാർഡ് വിഭജനത്തിൽ വലിയ രീതിയിലുള്ള പിശകാണ് സംഭവിച്ചിട്ടുള്ളത്. മാർഗരേഖ ലംഘിച്ചുകൊണ്ട് തയ്യാറാക്കിയ വാർഡ് വിഭജനവും ക്രമവിരുദ്ധമായ വോട്ടർ പട്ടികയും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി വ്യക്തമാക്കി. നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ വോട്ടുകളുള്ള വാർഡ് എന്ന് പറയുന്നത് ഒറ്റപ്പാലം നഗരസഭയിലെ പുതിയ 11 വാർഡ് പൂളക്കുണ്ടാണ്. ഇവിടെ വോട്ടുകൾ വരുന്നത് 1,533 വോട്ടാണ് ഈ വാർഡിൽ നിലവിൽ വന്നിട്ടുള്ളത്. ഇനി ഇതിൽ തന്നെ കൂടാനും അല്പം കുറയാനും ഒക്കെ സാധ്യതകളുണ്ട്. ഏറ്റവും കുറവ് വന്ന വാർഡ് എന്ന് പറയുന്നത് പുതുതായി രൂപീകരിച്ച മൂടുംകൃഷി. അവിടെ കേവലം 608 വോട്ടുകളാണ് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 608 വോട്ടുള്ള വാർഡ് എന്ന് പറയുന്നത് ഈ ഏറ്റവും കൂടുതൽ വോട്ടുള്ള വാർഡിന്റെ 1/3. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ അടിസ്ഥാനരഹിതമായി എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് തയ്യാറാക്കിയ വാർഡ് വിഭജനവും വോട്ടർ പട്ടികയെ റദ്ദാക്കി പുതിയ വാർഡ് വിഭജനവും വോട്ടർ പട്ടികയും തയ്യാറാക്കണമെന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് ആവശ്യമായി അഭ്യർത്ഥിക്കും. വാർത്താ സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് PMA ജലീൽ, PP മുഹമ്മദ് കാസിം, M ഉമ്മർ ഫാറൂഖ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടെന്ന് മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു മുസ്ലിം ലീഗ് പരാതി ഉന്നയിച്ചത്. ഉദ്യോഗസ്ഥർ രാഷ്ട്രീയക്കാരുടെ ചട്ടുകങ്ങൾ ആകുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്നും മുസ്ലിം ലീഗ് കുറ്റപ്പെടുത്തി. പ്രധാനപ്പെട്ട ജനാധിപത്യ പ്രക്രിയയെ ഇത്തരത്തിൽ രാഷ്ട്രീയവൽക്കരിക്കുന്നത് അംഗീകരിക്കാനാകില്ല. ആവശ്യമായ തിരുത്തലുകൾ ഉടൻ അനിവാര്യമാണ്. പല വാർഡുകളിലും തങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് കൂട്ടത്തോടെ വോട്ടുകൾ മാറ്റിയിട്ടുണ്ട്. ഇത് നിയമപരമായും രാഷ്ട്രീയപരമായും മുസ്ലിം ലീഗ് നേരിടും. ഉടൻ തിരുത്തി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ മുസ്ലിം ലീഗ് നിയമപരമായി മുന്നോട്ട് പോകും. ജനാധിപത്യമായ രീതിയിൽ, യഥാർത്ഥമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വോട്ടർ പട്ടികയായിരിക്കണം പ്രസിദ്ധീകരിക്കേണ്ടത്. അല്ലാതെ ചില രാഷ്ട്രീയ പാർട്ടികളെ സഹായിക്കുന്ന രീതിയിലുള്ള ഈ നടപടിക്കെതിരെ ശക്തമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ ആവശ്യമെങ്കിൽ ഞങ്ങൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. രാഷ്ട്രീയപരമായും നിയമപരമായും ഇതിനെ നേരിടുക തന്നെ ചെയ്യുമെന്നാണ് മണ്ണൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് സൂചിപ്പിക്കാനുള്ളത്. ലീഗ് ഓഫീസിൽ നടന്ന സമ്മേളനത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കോങ്ങാട് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അൻവർ സാദിഖ് VM, മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് KM അബ്ദുൽ ഹക്കീം, KP മുനീർ, സാദിഖ് അലി, സുലൈമാൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ശക്തമായ കാറ്റിലും മഴയിലും വിവിധ സ്ഥലങ്ങളിൽ നാശനഷ്ടം. ദേശമംഗലത്ത് തെങ്ങ് കടപുഴകി വീടിന് മുകളിൽ വീണ് വീട് ഭാഗികമായി തകർന്നു. വാഴക്കോട് മരക്കൊമ്പ് പൊട്ടി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കൊണ്ടാഴിയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. ദേശമംഗലം തലശ്ശേരി കുമ്പിനിവളപ്പിൽ ആസിയുടെ വീട്ടുവളപ്പിലെ തെങ്ങാണ് ഇവരുടെ വീടിന് മുകളിലേക്ക് കടപുഴകി വീണത്. ആസിയും മകളും കുട്ടികളുമാണ് വീട്ടിൽ താമസം. കുട്ടികളെ സ്കൂളിലേക്ക് അയച്ച ശേഷം വീട്ടുപണികൾ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് ശക്തമായ കാറ്റിൽപ്പെട്ട് തെങ്ങ് കടപുഴകി അടുക്കള ഭാഗത്ത് വീണത്. ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് വീട് തകർന്ന് കണ്ടത്. നാട്ടുകാരെ വിവരമറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ഇബ്രാഹിം വീട് സന്ദർശിച്ചു.
മഴ വീടിനുള്ളിൽ വീഴാതിരിക്കാൻ തൽക്കാലം ടാർപ്പായ കെട്ടിയിരിക്കുകയാണ്. രാവിലെ സ്കൂളിൽ പോണ നേരമായിരുന്നു. സ്കൂളിൽ പോണ നേരത്തെ ആകെ തിരക്കുമ്പോഴാണ് കുട്ടികൾ സ്കൂളിൽ പോയതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കുട്ടികൾ സ്കൂളിൽ പോയതിൻ്റെ ശേഷം ഞങ്ങൾ റൂമിലേക്ക് വന്നിട്ട് കുറച്ച് കഴിഞ്ഞോടുകൂടി ഒരു ശബ്ദം കേട്ടു. വന്ന് നോക്കുമ്പോൾ തെങ്ങ് വീണിക്കുക. അതിൻ്റെ അടുക്കളുടെ ഭാഗത്തേക്കാണ് വീണത്. അതിൻ്റെ ഫുള്ള് ആകെ മുക്കാൽ ഭാഗം പോയി. ഇപ്പോൾ ടാർപ്പായിട്ടിരിക്കുക. തുടർന്ന് നാട്ടുകാരുടെ സഹായത്താൽ തെങ്ങ് മുറിച്ചു മാറ്റി. ഷൊർണൂർ തൃശൂർ സംസ്ഥാന പാതയിൽ വാഴക്കോട് മരം പൊട്ടി വീണ ഗതാഗതം തടസ്സപ്പെട്ടു. വെള്ളിയാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലാണ് മരം പൊട്ടി വീണത്. മറ്റു വാഹനങ്ങളൊന്നും പോകാത്തതിനാൽ വൻ അപകടം ഒഴിവായി. വടക്കാഞ്ചേരി ഹൈവേ SI നന്ദൻ, സീനിയർ പോലീസ് ഓഫീസർ പ്രിൻസ്, എൽസൺ, വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരും ചേർന്നാണ് മരം നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചത്. തുടർന്ന് വടക്കാഞ്ചേരി അഗ്നിരക്ഷാസേന എത്തി മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ 15-ാം വാർഡിൽ മായന്നൂർ കുന്നത്ത് വീട്ടിൽ ഉഷയുടെ വീട്ടിലെ കിണറാണ് തുടർച്ചയായ മഴ മൂലം ഇടിഞ്ഞു താഴ്ന്നത്. ഉപയോഗശൂന്യമായ കിണറിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വീടും ഇപ്പോൾ അപകട ഭീഷണി നേരിടുകയാണ്. ഭർത്താവ് മരണപ്പെട്ട ഉഷ ഇളയ മകനോടൊപ്പം കൂലിപ്പണിയെടുത്താണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അധികൃതരുടെ ഭാഗത്തു നിന്ന് പ്രകൃതിക്ഷോഭത്തിനുള്ള സഹായങ്ങൾ ലഭിച്ചെങ്കിൽ മാത്രമേ വെള്ളം കുടിക്കാൻ പോലും ഇനി സാധിക്കുകയുള്ളൂ എന്നും ഉഷ പറയുന്നു. തങ്ങളുടെ ദയനീയാവസ്ഥ വന്നു കാണണമെന്നും ഉഷ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ശക്തമായ കാറ്റിലും മഴയിലും എരുമപ്പെട്ടി കോട്ടപ്പുറത്ത് വീട് തകർന്നു. പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. എരുമപ്പെട്ടി കോട്ടപ്പുറം കണ്ണമ്പാറ മേലേതിൽ 64 വയസ്സുള്ള പരമേശ്വരൻ്റെ ഓടിട്ട വീടാണ് തകർന്നു വീണത്. പുലർച്ചെ 4 മണിയോടെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് സംഭവം. പഞ്ചായത്തിൻ്റെ അതിദാരിദ്ര്യ പട്ടികയിലുള്ള വ്യക്തിയാണ് പരമേശ്വരൻ. വീട്ടിൽ തനിച്ചാണ് താമസം. വീട്ടിലുണ്ടായിരുന്ന പരമേശ്വരൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ, വാർഡ് മെമ്പർ റിജി ജോസഫ് എന്നിവരും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കനത്ത മഴയിലും കാറ്റിലും കോട്ടായിയിൽ അയൽവാസിയുടെ വീട്ടുവളപ്പിലെ വൻമരത്തിന്റെ കൊമ്പ് പൊട്ടിവീണ് വീട് തകർന്നു. കോട്ടായി ചേന്തംകാട് താഴത്തേതിൽ വീട്ടിൽ അയ്യപ്പന്റെ വീടിന് മുകളിലാണ് മരക്കൊമ്പ് പൊട്ടിവീണത്. കേരളത്തിലെ പ്രഥമ കമ്മ്യൂണിസ്റ്റ് വനിതാ ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസിന് ഒറ്റപ്പാലത്ത് സ്വീകരണം നൽകി. CPI ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. കഴിഞ്ഞ ദിവസം സമാപിച്ച CPI ജില്ലാ സമ്മേളനത്തിൽ തെരഞ്ഞെടുത്ത പുതിയ ജില്ലാ സെക്രട്ടറി വിവിധ മണ്ഡലം കമ്മിറ്റി ഓഫീസുകളിൽ എത്തി പ്രധാനപ്പെട്ട നേതാക്കളെയും പ്രവർത്തകരെയും സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഒറ്റപ്പാലത്തും എത്തിയത്. ശനിയാഴ്ച രാവിലെ 10:00 ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി ഓഫീസായ PV കുഞ്ഞുണ്ണി നായർ സ്മാരകത്തിലായിരുന്നു സ്വീകരണം. തീർച്ചയായും ഒറ്റപ്പാലത്തെ മൺമറഞ്ഞുപോയ സഖാക്കളെ ഓർത്തുകൊണ്ടാണ് ഇന്ന് ആദ്യത്തെ മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇത് തന്നെ വലിയൊരു ആർജവമാണ്. എല്ലാ മണ്ഡലത്തിലും ആ മണ്ഡലത്തിലെ പാർട്ടിയെ കെട്ടിപ്പടുത്താൻ മുന്നോട്ട് വന്നിട്ടുള്ള മൺമറഞ്ഞുപോയ മുഴുവൻ സഖാക്കളെയും ഓർത്തുകൊണ്ടാണ് എൻ്റെ ഈ ഒരു പ്രവർത്തനം ഞാൻ ജില്ലയിൽ ആരംഭിക്കുന്നത്. തീർച്ചയായും ഈ ഒറ്റപ്പാലത്ത് വന്നിട്ടുള്ള ഒരു വലിയ മാറ്റം ഈ പാർട്ടി ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നമ്മുടെ ബ്രാഞ്ച് യോഗങ്ങളാണെങ്കിലും MC സമ്മേളനങ്ങളൊക്കെ ആണെങ്കിലും വളരെ നല്ല രീതിയിലാണ് നടത്തി പൂർത്തീകരിച്ചത്. ഏറ്റവും അവസാനമായ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന വനിതാ സംഗമം, അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു മാറ്റം ഈ ഒറ്റപ്പാലത്ത് ആ സംഘടനയിലൂടെ ഉണ്ടായി എന്നുള്ളതാണ്. മണ്ഡലം സെക്രട്ടറി P. വിജയകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം A. പ്രഭാവതി, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ PM ദേവദാസ്, MS പൗലോസ്, K. പാറുകുട്ടി, NR പത്മിനി, T. ജയപ്രകാശ്, OP ലത്തീഫ്, LC സെക്രട്ടറി അനിൽകുമാർ തുടങ്ങിയവർ ഹാരാർപ്പണം നടത്തി. ബ്രാഞ്ച് സെക്രട്ടറിമാരായ സയ്യിദ് മുഹമ്മദ്, ഗീതാ ദിനേശൻ, ഉണ്ണികൃഷ്ണൻ, നാരായണൻ, ജ്യോതി ബസു, കണ്ണൻ മാണിയംകുളം, നാരായണൻ, ഉസ്മാൻ എന്നിവർ നേതൃത്വം നൽകി. സ്വീകരണത്തിനു ശേഷം ജില്ലാ സെക്രട്ടറി പങ്കെടുത്തുകൊണ്ടുള്ള മണ്ഡലം കമ്മിറ്റി യോഗവും നടന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഷൊർണൂർ മഞ്ഞക്കാട് ഏരിയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കൺവെൻഷനിൽ നവാഗതർക്ക് സ്വീകരണവും ഒരുക്കിയിരുന്നു. ശനിയാഴ്ച രാവിലെ ഷൊർണൂർ പെൻഷൻ ഭവനിൽ നടന്ന കൺവെൻഷൻ KSSPU സംസ്ഥാന സെക്രട്ടറി NP കോമളം ഉദ്ഘാടനം ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട ഇത് തന്നെയാണ് PFRDA നിയമം പിൻവലിക്കുക. കുറച്ചു കാലങ്ങളായി നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്, PFRDA നിയമം പിൻവലിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാലോ, ഇപ്പോ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഏത് നിമിഷവും നമ്മുടെ കയ്യിൽ നിന്ന് പോകും എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ആ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കേൾക്കുകയും കാണുകയൊക്കെ ചെയ്ത 2025 മാർച്ച് മാസം 25-ാം തീയതി ഒരു ഫൈനാൻസ് ബില്ല് ഇറങ്ങുകയുണ്ടായി, അല്ലെ? നിങ്ങളൊക്കെ വാട്സപ്പ് കൂടെയൊക്കെ നിറയെ വന്നിട്ടുണ്ടായിരുന്നു.
അതും നമ്മളെ ബാധിക്കുന്ന, ഇപ്പൊ ബാധിക്കില്ലെങ്കിൽ കൂടി നമ്മളെ ബാധിക്കുന്ന, തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നമാണ് എന്നുള്ളത് നമുക്കറിയാം. 2026 റിട്ടയർ ചെയ്യുമ്പോൾ എന്താണോ വാങ്ങിയിട്ടുള്ളത് ആ പൈസയാണ് അവർ മരിക്കുന്നത് വരെ കൊടുക്കാൻ വേണ്ടി കഴിയുള്ളൂ എന്നുള്ള ഒരു നിലപാടാണ് എടുത്തത്. ഏരിയ ട്രഷറർ CV അശോകൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. പ്രസിഡന്റ് VC ശങ്കരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ രക്ഷാധികാരി P വിശ്വനാഥൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. പുതിയ അംഗങ്ങളെ ഏരിയ സെക്രട്ടറി MC ശങ്കരൻ സ്വീകരിച്ച് പരിചയപ്പെടുത്തി. ജില്ലാ കമ്മിറ്റി അംഗം P ഗംഗാധരൻ നായർ, ബ്ലോക്ക് പ്രസിഡന്റ് TK ഭാസ്കരൻ, സെക്രട്ടറി ES കൃഷ്ണൻ, ട്രഷറർ TV ജയരാജൻ എന്നിവർ സംഘടനാകാര്യങ്ങൾ വിശദീകരിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് TN ഭവദാസനുണ്ണി, ജോയിന്റ് സെക്രട്ടറി K ശങ്കരൻ എന്നിവർ പ്രസംഗിച്ചു. ഏരിയ വൈസ് പ്രസിഡന്റ് PV ആര്യ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി MV മധു നന്ദിയും പറഞ്ഞു. കഴിഞ്ഞ പെൻഷൻ പരിഷ്കരണത്തിലെ കുടിശ്ശികയായ ചില ആനുകൂല്യങ്ങളും 2024 ജൂലൈ മാസത്തിൽ പ്രാബല്യത്തിൽ വരേണ്ട പെൻഷൻ പരിഷ്കരണം സംബന്ധിച്ച നടപടികളിലും സർക്കാർ അനാസ്ഥ തുടരുകയാണെന്ന് സമ്മേളനം ആരോപിച്ചു. വിവിധ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഓഗസ്റ്റ് 12 ബ്ലോക്ക് തലത്തിൽ മുഴുവൻ പെൻഷൻകാരെയും പങ്കെടുപ്പിച്ച് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കും. സമരം വിജയിപ്പിക്കാൻ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് യൂണിയൻ മഞ്ഞക്കാട് ഏരിയ കമ്മിറ്റി വ്യക്തമാക്കി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 7 വർഷം കൊണ്ട് 600 പേർക്ക് നീന്തൽ പരിശീലനം നൽകിയ ഹസീനയെ ആദരിക്കാൻ MLA എത്തി. പത്രിപ്പാല പനന്തത്തൊടി യാസിൻ നഗർ സ്വദേശിയായ TH ഹസീനയാണ് 3 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായി നീന്തൽ പരിശീലനം നൽകി വരുന്നത്. 5 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് സൗജന്യമായി നീന്തൽ പരിശീലനം നൽകി വരുന്നത്. തയ്യൽ തൊഴിലാളി കൂടിയായ ഹസീന തൊഴിലിനിടയിലും സമയം കണ്ടെത്തിയാണ് പരിശീലനം. സ്വന്തം വീടിന് സമീപത്തുള്ള തെഞ്ചേരിക്കുളത്തിൽ തന്നെയാണ് പരിശീലനം നൽകി വരുന്നത്. മിക്ക ദിവസങ്ങളിലും വൈകിട്ടാണ് പരിശീലനം. ഈ വർഷം 47 കുട്ടികൾക്കാണ് ഹസീന പരിശീലനം നൽകിയത്. ഹസീനയുടെ വളയിട്ട കൈകളിൽ കുട്ടികൾ സുരക്ഷിതരായതിനാലാണ് ഇവിടെ നീന്തൽ പരിശീലനത്തിനായി എത്തുന്നത്. ഹസീനയെ അഭിനന്ദിക്കാനും അനുമോദിക്കാനും MLAയും എത്തി. അനുമോദന യോഗം ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. ഈ കുളത്തിൽ വന്ന് നീന്തൽ പരിശീലിക്കാൻ അങ്ങനെ വളരെ ഡെഡിക്കേറ്റഡ് ആയി വളരെ ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഈ നീന്തൽ പരിശീലനം വളരെ വളരെ വിജയകരമായി പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുകയാണ്. ഇത് വളരെ സന്തോഷം എന്നതല്ല, എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് വാക്കുകളില്ല. ഇത് നമ്മുടെ നാട്ടിലെ ഓരോരുത്തരും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പുതിയ തലമുറ അങ്ങനെയാണ്. കുളം കണ്ടാലും വെള്ളം കണ്ടാലും പേടിക്കുന്ന ഒരു പുതിയ തലമുറയാണ്. പക്ഷെ ഇപ്പോ നമ്മുടെ മക്കൾക്ക് ആർക്കും ഒരു പേടിയുമില്ല. ഞാൻ അതാ ചോദിച്ചത്, കൊച്ചുമോനെ ആരോ തള്ളിയിട്ട് ആദ്യം വെള്ളത്തിലേക്കാണ് തള്ളിയിട്ടത്. വെള്ളത്തിലേക്ക് വീണു. വെള്ളത്തിൽ ഒറ്റ പ്രശ്നമില്ല. ചെറിയൊരു ചെലവിലുണ്ടായിട്ടുണ്ടെങ്കിൽ ആൾ സുഖമായിട്ട് ഇറങ്ങി സന്തോഷത്തെ ഏറ്റവും ഫ്രണ്ടിൽ മിടുക്കനായി നിൽക്കുന്നുണ്ട്. ഇത്തരം മാതൃകാപരമായ സേവനങ്ങളെ MLA അഭിനന്ദിച്ചു. MLA ഹസീനയ്ക്ക് ഉപഹാരം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത അധ്യക്ഷത വഹിച്ചു. പരിശീലനം പൂർത്തീകരിച്ച കുട്ടികൾക്ക് മെഡലുകളും വിതരണം ചെയ്തു. മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത, വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, വാർഡംഗം AA ശിഹാബ്, SJ നജീബ്, സീനത്ത്, ബുഷറ, ഷഫീർ എന്നിവർ സംസാരിച്ചു. ഹസീന നന്ദി പറഞ്ഞു. നിരവധി രക്ഷിതാക്കളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. വാടനംകുറിശി ശ്രീ തൃത്താംതോന്നി ശിവക്ഷേത്രത്തിൽ പുതിയ വഴിപാട് കൗണ്ടർ ഓഫീസ് ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ 9:30 നടക്കും. മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം ഏരിയ ചെയർമാൻ OK ബേബി ശങ്കർ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. ഉമാമഹേശ്വര സംവാദം കിളിപ്പാട്ടായി ഒഴുകുന്ന രാമായണ മാസാചരണ വിശുദ്ധിയിൽ വാടാനംകുറിശിയിലെ പൗരാണികമായ തൃത്താംതോന്നി ക്ഷേത്രം ഭക്തരുടെ സൗകര്യാർത്ഥം വികസനത്തിന്റെ പുതിയ വഴിത്താരയിലാണ്. വിശ്വാസികളുടെ ഏറെക്കാലമായുള്ള ആവശ്യമായ വഴിപാട് കൗണ്ടർ ക്ഷേത്ര മതിൽക്കെട്ടിനോട് ചേർന്ന് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതോടെ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച വഴിപാടുകൾ ചീട്ടാക്കണമെന്ന രീതിക്ക് മാറ്റമാകും. മലബാർ ദേവസ്വം ബോർഡിൻ്റെയും ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും കൂട്ടായ്മയിലാണ് വഴിപാട് കൗണ്ടർ ഓഫീസ് കെട്ടിടം യാഥാർത്ഥ്യമാക്കിയത്. ഓഫീസ് വഴിപാട് കൗണ്ടർ സമർപ്പണം 27-ന് ഞായറാഴ്ച നടക്കുമെന്നും 25 ലക്ഷത്തോളം ചെലവ് വരുന്ന ഊട്ടുപുര നിർമ്മാണമാണ് ക്ഷേത്രവികസനത്തിൻ്റെ നാൾവഴികളിലെ അടുത്ത സംരംഭമെന്നും ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ P മോഹനചന്ദ്രൻ അറിയിച്ചു. ശ്രീ തൃത്താംതോന്നി ശിവക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച വഴിപാട് കൗണ്ടർ കം ഓഫീസിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന 27-ാം തീയതി ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട മലപ്പുറം ഡിവിഷൻ
മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം ഡിവിഷൻ ഏരിയ കമ്മിറ്റി ചെയർമാൻ ശ്രീ OK ബേബി ശങ്കർ അവർ നിർവഹിക്കുകയാണ്. അതിൻ്റെ മുഖ്യാതിഥിയായി നമ്മുടെ മലപ്പുറം ഡിവിഷൻ്റെ അസിസ്റ്റൻ്റ് കമ്മീഷണർ ബഹുമാനപ്പെട്ട അസിസ്റ്റൻ്റ് കമ്മീഷണർ ശ്രീ KK പ്രമോദ് കുമാർ മുഖ്യാതിഥിയായിരിക്കും. അതുപോലെ തന്നെ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ സ്വാഗതം പറയുകയും കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രകാശൻ അതിൽ അധ്യക്ഷത വഹിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഒറ്റപ്പാലം ഡിവിഷൻ ഇൻസ്പെക്ടർ P സുരേഷ് അവർ അതിൽ ആശംസാ പ്രസംഗവും അതുപോലെ തന്നെ നമ്മുടെ കമ്മിറ്റിയുടെ ജോയിൻറ്റ് സെക്രട്ടറി ഗോപിനാഥ് നന്ദി പ്രകടനമൊക്കെ തന്നെ ഒന്ന് ചെയ്യും. അപ്പോൾ നല്ല വിപുലമായ രീതിയിൽ വഴിപാട് കൗണ്ടർ നല്ല രീതിയിൽ നടത്തണം. അതുപോലെ ഈ ക്ഷേത്രത്തിൽ മുന്നേ വഴിപാട് കൗണ്ടറില്ല. ക്ഷേത്രത്തിൽ നാലമ്പലത്തിനുള്ളിൽ വെച്ചാണ് റെസീറ്റ് മുറിക്കുന്നത്. അത് ഭക്തജനങ്ങൾക്ക് വളരെയധികം പുറമേ നിന്ന് വരുന്ന ഭക്തജനങ്ങൾക്ക് റെസീറ്റ് മുറിക്കാൻ അസൗകര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭക്തജനങ്ങളുടെ ദീർഘകാലത്തെ ഒരു ആവശ്യമാണ് ഇങ്ങനെയുള്ള ഒരു വഴിപാട് കൗണ്ടർ ക്ഷേത്രത്തിന് നാലമ്പലത്തിന് പുറത്ത് മതിൽക്കെട്ടിനുള്ളിലായിട്ട് നിർമ്മിക്കുക എന്നുള്ളത്. ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് MP പ്രകാശിന്റെ അധ്യക്ഷതയിൽ മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം ഏരിയ ചെയർമാൻ OK ബേബി ശങ്കർ വഴിപാട് കൗണ്ടർ ഓഫീസ് കെട്ടിട സമർപ്പണം നിർവഹിക്കും. ദേവസ്വം ബോർഡ് മലബാർ ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ KK പ്രമോദ് കുമാർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. തന്ത്രി ബ്രഹ്മശ്രീ ഭവത്രാതൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തും. മഹാദേവൻ പടിഞ്ഞാറോട്ട് ദർശനമരുളുന്ന ക്ഷേത്രത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം ദേവൻ ഈ വിധം തിരിഞ്ഞിരുന്നതാണെന്ന ഐതിഹ്യ പശ്ചാത്തലമാണ് തൃത്താന്തോന്നി എന്ന ക്ഷേത്രനാമത്തിന് തന്നെ ആധാരം. ഊട്ടുപുര നിർമ്മാണത്തിന് ശേഷം പ്രദക്ഷിണ വഴിയുടെ വടക്ക് കിഴക്ക് ഭാഗം കട്ടവിരിക്കുന്ന പ്രവൃത്തിയും ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിയുടെ പരിഗണനയിലുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓങ്ങല്ലൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടക്കും. 27 ഞായറാഴ്ച സർവൈശ്വര്യ പൂജ ഉൾപ്പെടെയുള്ള വിശേഷാൽ ചടങ്ങുകളും നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ 2 ദിവസം നടക്കുന്ന വിശേഷാൽ ചടങ്ങുകൾക്ക് 27 ഞായറാഴ്ച തുടക്കമാകും. വൈകിട്ട് 6 മുതൽ ദീപാരാധന, മഹാഭഗവത് സേവ, സർവേശ്വര പൂജ, അത്താഴപൂജ എന്നിവ നടക്കും. 28 തിങ്കളാഴ്ച 1008 നാളികേരം കൊണ്ടുള്ള പ്രത്യക്ഷ മഹാഗണപതി ഹോമവും തുടർന്ന് ഗജപൂജ, ആനയൂട്ട് എന്നിവയും നടക്കും. രാവിലെ 5 ഗണപതി ഹോമം ആരംഭിക്കും. 8 പ്രത്യക്ഷ ഗജപൂജയും 9 ആനയൂട്ടും നടത്തും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാലടി പടിഞ്ഞാറേടത്ത് ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം നൽകും. ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാഴ്വസ്തുക്കളെ അലങ്കാരമാക്കി കോട്ടായി ചമ്പ്രക്കുളം സ്കൂളിലെ വിദ്യാർത്ഥികൾ. 7ാം ക്ലാസ്സിലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ് വിദ്യാർത്ഥികൾ കാഴ്ചക്കാർക്ക് കൗതുകം ജനിപ്പിക്കുന്ന അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കിയത്. 7ാം ക്ലാസ്സിലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ് വിദ്യാർത്ഥികൾ കാഴ്ചക്കാർക്ക് കൗതുകം ജനിപ്പിക്കുന്ന അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കിയത്. പാഴ്വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കിയ അലങ്കാര വസ്തുക്കൾ എന്നാണ് പാഠഭാഗത്തിന്റെ തലക്കെട്ട്. ഒരു മാലിന്യ സംസ്കരണ പ്രഭാഷണത്തിനായി ഇതാ ഒരു മാതൃക. മാലിന്യത്തിൽ നിന്ന് അത്ഭുതം, ഒരു പുതിയ കാഴ്ചപ്പാട്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചുറ്റുപാട് ഒന്ന് കണ്ണോടിച്ചാൽ എവിടെയും മാലിന്യം കാണാം. പ്ലാസ്റ്റിക് കുപ്പികൾ, കടലാസ് അവശിഷ്ടങ്ങൾ, ഭക്ഷണ മാലിന്യങ്ങൾ, ഇവയെല്ലാം നമ്മുടെ പരിസ്ഥിതിക്ക് വലിയ ഭീഷണിയാണോ? ന്യൂസ് ബ്യൂറോ, കോട്ടായി. കനിവ് റബ്ബർ ടാപ്പേഴ്സ് അസോസിയേഷൻ കേരളശ്ശേരി പഞ്ചായത്ത് കൺവെൻഷൻ കേരളശ്ശേരിയിൽ നടന്നു. KRTA ജില്ലാ പ്രസിഡന്റ് MK സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മള് വെട്ട് കറക്റ്റ് പനി വരായൊന്നും ആർക്കും വരായില്ല, ബുദ്ധിമുട്ട് വരായില്ല. പക്ഷെ ഞായറാഴ്ച ഞാനൊരു ആരാധനയ്ക്ക് കൂടെ മനസ്സിലാവും. അപ്പൊ ഞായറാഴ്ച എന്താ ലീവ്? അപ്പൊ അവിടെ മുതലാളിമാര് എന്താ അങ്ങനെ ലീവ് എടുക്കണെന്ന് ചോദിച്ചിട്ട് എന്താ ഞാൻ ശനിയാഴ്ച ഞായറാഴ്ച വെട്ടിട്ടുണ്ടെങ്കിൽ ശനിയാഴ്ച ഓടിക്കണം. അപ്പൊ നേരത്തെ എനിക്ക് ഞായറാഴ്ച ലീവ് വേണം. അതുകൊണ്ട് ഞാൻ മുതലാളിമാര് എന്താ നീ അത് വെട്ടിയില്ല എന്നുള്ളത് വെക്കാനുള്ള ഇടാ ഞാൻ വെക്കുന്നത്. ശനിയാഴ്ച ഉള്ളും വെട്ടും ഷീറ്റടിക്കും, വൃത്തിയും പാത്രങ്ങൾ കഴിയും. അതിന് തിങ്കളാഴ്ച വെട്ടാൻ ഇന്നലെ പോയില്ലേ? കേൾക്കുമ്പോഴത്തേന് സന്തോഷമാണ്. ഉണങ്ങിയിട്ടില്ല കേട്ടോ, അവിടെ വീട്ടില്ല, പാറ കുറെ അവിടെ പോകുന്നത് ചേട്ടതാ ചെരിഞ്ഞ് കിടക്കും, കവറ് നേരിട്ടിട്ട് പോകും. നമ്മൾ വീഴ്ച വരാണ് നമുക്ക് തൊഴിലില്ലായ്മയുടെ ക്ഷാമം വരാൻ കാരണം നമ്മുടെ വീഴ്ചകളാണ്. M ചാമി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം PP രാജഗോപാലൻ, ജില്ലാ ഉപാധ്യക്ഷൻ സ്റ്റാൻലി ജോയ്, ജില്ലാ സെക്രട്ടറി CS സുന്ദരൻ, നാരായണൻകുട്ടി, ഉണ്ണികൃഷ്ണൻ തെങ്കര, KC കുട്ടൻ എന്നിവർ സംസാരിച്ചു.
ചടങ്ങിൽ തൊഴിലാളികൾക്കുള്ള ID കാർഡ് വിതരണവും ജില്ലാ പ്രസിഡന്റ് MK സന്തോഷ് നിർവഹിച്ചു. വന്യമൃഗങ്ങളിൽ നിന്നും ഭീഷണി നേരിടുന്ന ടാപ്പിംഗ് തൊഴിലാളികൾക്കുള്ള സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും മഴക്കെടുതിയിൽ പ്രയാസം അനുഭവിക്കുന്ന ടാപ്പിംഗ് തൊഴിലാളികൾക്ക് അടിയന്തര സഹായം ലഭ്യമാക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഭാരവാഹികളായി OK വിനീഷ് പ്രസിഡന്റ്, TC രാധാകൃഷ്ണൻ സെക്രട്ടറി, മണികണ്ഠൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിന് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പുതിയ പദ്ധതിയിൽ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിനെ കൂടി ഉൾപ്പെടുത്തുന്നതിനായി പരിശ്രമിക്കണമെന്ന് ആവശ്യപ്പെട്ട് CPI ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റിന് നിവേദനം നൽകി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് പ്രസിഡന്റിന് നിവേദനം കൈമാറിയത്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിൽ നൽകിയ നിവേദനത്തിൽ ഗുരുതരമായ രോഗമുള്ള നായ്ക്കളെയും പേവിഷബാധയുള്ള നായ്ക്കളെയും ദയാവധം നടത്തുന്നതിനും മറ്റു നായ്ക്കളെ വന്ധ്യംകരണം ചെയ്യുന്നതിനും വേണ്ടി മൊബൈൽ പോർട്ടബിൾ യൂണിറ്റ് ഉൾപ്പെടുത്തുന്നതിനുള്ള സംവിധാനത്തിനു വേണ്ടി ഗവൺമെന്റിനോട് അപേക്ഷിക്കുന്നതിനും പരിശ്രമം നടത്തണമെന്ന് ലോക്കൽ കമ്മിറ്റി ഭാരവാഹികളായ AK ഹരീന്ദ്രനാഥൻ, തോണിപ്പറമ്പിൽ അബ്ദുൽ സലീം, റഹീം വെട്ടിക്കാട്ടിരി എന്നിവർ ആവശ്യപ്പെട്ടു. ഗ്രസിച്ചിരിക്കുന്ന രൂക്ഷമായൊരു പ്രശ്നമാണ് തെരുവുനായ ശല്യം. ഇതിൻ്റെ ഏറ്റവും വലിയ ഈ അപകടം വരുന്നത് വിദ്യാർത്ഥികളെയും സ്ത്രീകളെയും കുഞ്ഞുകുട്ടികളെയും മദ്രസയിൽ നിന്ന് പഠനം കഴിഞ്ഞു പോകുന്ന കുട്ടികളെ, അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന കുട്ടികളെ ഒക്കെ ഓടിച്ചിട്ട് കടിക്കുന്ന സാഹചര്യമാണ്. അത് വെള്ളത്തോൾ നഗറിലും രൂക്ഷമായിട്ട് വർദ്ധിച്ചു വരികയാണ്. ഈ പ്രശ്നത്തിനെതിരെ അടിയന്തരമായി നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ ഗണേശഗിരി സെന്റ് ആന്റണീസ് LP സ്കൂളിൽ പ്രീ പ്രൈമറി വിഭാഗം കുട്ടികൾക്കായി റെഡ് ഡേ സംഘടിപ്പിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക വിനീത ഉദ്ഘാടനം ചെയ്തു. ചുവപ്പു നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് കുട്ടികളും അധ്യാപകരും സ്കൂളിൽ എത്തിയത്. ചുവന്ന കളിപ്പാട്ടങ്ങൾ, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയ ശേഖരം കൈവശം വച്ചായിരുന്നു റെഡ് ഡേ പരിപാടിയുടെ പ്രവർത്തനങ്ങളിൽ കുട്ടികൾ പങ്കാളികളായത്. ചുവപ്പ് നിറം പ്രതിനിധീകരിക്കുന്ന സ്നേഹം, ഊർജം, ആത്മവിശ്വാസം എന്നിവയെക്കുറിച്ച് അധ്യാപകർ കുട്ടികളുമായി സംവദിച്ചു. ക്ലാസ് മുറികൾ ചുവപ്പ് നിറത്തിലുള്ള പൂക്കൾ, പഴവർഗ്ഗങ്ങൾ, വസ്തുക്കൾ എന്നിവ കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിരുന്നു. കുട്ടികൾക്കായി പ്രത്യേക ഫോട്ടോ സെഷനും ഒരുക്കി. റെഡ് ഡേ ദിനാഘോഷം കുട്ടികൾക്ക് സന്തോഷത്തിൻ്റെയും അറിവിൻ്റെയും വേറിട്ട അനുഭവമായി മാറി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാണിയംകുളം ചോറോട്ടൂർ വേങ്ങശ്ശേരി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ രാമായണ പാരായണം നടന്നു. പാരായണം കേൾക്കാൻ നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തിയിരുന്നു. മങ്കരയിൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന KK ധനിന്റെ 9ാം ചരമവാർഷിക ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. ആചരണത്തിന്റെ ഭാഗമായി പരിസ്ഥിതി പ്രവർത്തകർ മങ്കരയിൽ വൃക്ഷത്തൈകൾ നട്ടു. സ്വാമി കിഷോർ ശാന്തി അനുസ്മരണ പ്രഭാഷണം നടത്തി. ശേഷം ആര് എന്നുള്ളൊരു ചോദ്യം നിഴലിച്ചിരുന്നു. അതിന് പരിഹാരമായിട്ട് ബാലന്റെ 2 മക്കളും രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ന് ധൻജിയുടെ സ്മരണാഞ്ജലിയാണ്. അതിന്റെ ഭാഗമായിട്ട് മങ്കര പഞ്ചായത്തിന്റെ ഹൃദയഭാഗത്ത് വെള്ളറോഡിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു തൈ നട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്മരണ പുതുക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിനെ കുറിച്ച് 2 വാക്ക്. ജനകീയനും ജനസമ്മതനുമായിട്ടുള്ള സർവകക്ഷികൾക്കും ആരാധ്യപുരുഷനുമായിട്ടുള്ള മങ്കരയുടെ ഗാന്ധിയനായിട്ടുള്ള ധൻജിയുടെ അധ്യക്ഷതയിലാണ് മങ്കര പഞ്ചായത്തിന്റെ വികസനം തന്നെ സാധ്യമായിട്ടുള്ളത്. അത് അഭിമാനപൂർവ്വം ഞങ്ങൾ ഇന്നും ഓർമ്മിക്കുന്നു. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുവാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. പഞ്ചായത്ത് അംഗം MV രമേശ് അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും KK ധനിന്റെ ഭാര്യയുമായ രാജലക്ഷ്മി ധൻ, കുടുംബാംഗങ്ങളായ ലിജ, സജിനി, പരിസ്ഥിതി പ്രവർത്തകരായ AV രവി, KK റഹ്മാൻ, ഷംസുദ്ദീൻ മാങ്കുറിശി, ലീല ബാലകൃഷ്ണൻ, മങ്കര ബാലൻ, അരങ്ങാട്ടിൽ സുനിൽ, AB രതീഷ്, AB രാജേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
ഇംഗ്ലീഷ് പണ്ഡിതൻ പ്രൊഫസർ എം ബാലകൃഷ്ണ വാര്യർ ഇനി ഓർമ്മ. ഷൊർണൂർ ശ്രീനാരായണ ഗുരു കോളേജിലെ മുൻ പ്രിൻസിപ്പാൾ എം ബാലകൃഷ്ണ വാര്യർ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. കവളപ്പാറയിലെ വസതിയിലായിരുന്നു അന്ത്യം. 1963 മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ച ബാലകൃഷ്ണ വാര്യർ 1991 കോഴിക്കോട് ചേളന്നൂർ ശ്രീനാരായണ ഗുരു കോളേജിൽ നിന്നാണ് വിരമിച്ചത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇംഗ്ലീഷ് ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗമായും എക്സാമിനേഷൻ ബോർഡിൻ്റെ ചെയർമാനായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ലിറ്റററി ക്രിറ്റിസിസം, എ ഹാൻഡ് ബുക്ക്, എ മാനുവൽ ഓഫ് ഇംഗ്ലീഷ് ഗ്രാമർ, മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു എന്നീ ഗ്രന്ഥങ്ങളും മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയ ഹക്കിൾബറി ഫിന്നിൻ്റെ മലയാള പരിഭാഷയും രചിച്ചിട്ടുണ്ട്. പ്രമുഖ ഷേക്സ്പിയരിയൻ നാടകങ്ങൾക്കുള്ള വ്യാഖ്യാനങ്ങൾ, മാക്മില്ലൻ പ്രസിദ്ധീകരിച്ച കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള ഗ്രാമർ പുസ്തകങ്ങൾ എന്നിവയും അദ്ദേഹം രചിച്ചു. ഷൊർണൂർ ശ്രീനാരായണ ഗുരു കോളേജ് മുൻ പ്രിൻസിപ്പാൾ കൂടിയാണ്. ഭാര്യ ബാലാമണി ദേവി, മക്കൾ ജയ മോഹൻദാസ്, പ്രകാശ്, രഘു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാറ്റുലി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗോവിന്ദചാമിക്ക് വധശിക്ഷ തന്നെ നടപ്പിലാക്കണമെന്ന് ആവശ്യം പരക്കെ ഉയരുന്നു. തങ്ങളുടെ പ്രതികരണമെന്ത്? മാറ്റുലിയിലേക്ക്. വധശിക്ഷ വേണ്ടെന്ന് വയ്ക്കുന്നത് സ്റ്റേറ്റിന് കൊടും ക്രിമിനലുകളെ ജീവപര്യന്തം കാലം ജയിലിൽ തന്നെ പാർപ്പിക്കാം എന്ന വിശ്വാസത്തിന്റെ പുറത്താണ്. ആ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ജനങ്ങൾക്ക് സ്റ്റേറ്റിനോടുള്ള വിശ്വാസമാണ് ഇല്ലാതാകുന്നത്. വധശിക്ഷ വിധിക്കപ്പെട്ട് പിന്നീട് അത് ജീവപര്യന്തമായി കുറയ്ക്കുമ്പോൾ അത്തരത്തിലുള്ള പ്രതികൾ ജീവപര്യന്ത കാലയളവിനിടയിൽ ജയിൽ ചാട്ടം പോലുള്ള ക്രിമിനൽ പ്രവൃത്തികളിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ ഈ ജീവപര്യന്തം എന്ന ശിക്ഷ വധശിക്ഷയായി പുനഃസ്ഥാപിക്കുന്ന ഒരു സംവിധാനമാണ് വേണ്ടത്. സൗമ്യ വധക്കേസിലെ പ്രതിയായ ഗോവിന്ദചാമി കഴിഞ്ഞ ദിവസം ജയിൽ ചാടിയത് ജയിലധികൃതരുടെ സുരക്ഷാ വീഴ്ചയാണ് എന്നുള്ളതിൽ സംശയമില്ല. പുലർച്ചെ ജയിൽ ചാടിയത് അധികൃതർ അറിയുന്നത് രാവിലെയാണ് എന്നുള്ളത് വളരെ ഖേദകരം തന്നെയാണ്. ഗോവിന്ദചാമിക്ക് വധശിക്ഷ തന്നെ നൽകണം എന്നാണ് അഭിപ്രായം. ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ടായാൽ ഇനിയും അപകടങ്ങൾ വരുത്തിവെക്കും എന്നുള്ളതിന് സംശയമില്ല. ഗോവിന്ദചാമിയെ പോലുള്ളവരെ വധശിക്ഷയ്ക്ക് തന്നെയാണ് വിധേയമാക്കേണ്ടത്. കാരണം ഒരു ട്രെയിനിൽ യുവതിയെ ആക്രമിക്കുകയും കൊലപാതകം ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് ശരിക്കും വധശിക്ഷയിൽ കവിഞ്ഞ് ഒന്നും നൽകരുത്. മാത്രമല്ല മോഷണശ്രമത്തിനിടയിൽ ആളുകളെ ആക്രമിക്കുന്ന സ്വഭാവം, ക്രിമിനൽ സ്വഭാവമുള്ള ഇത്തരം ആളുകൾക്ക് വധശിക്ഷ തന്നെയാണ് നൽകേണ്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗോവിന്ദചാമിയെ വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിലെത്തിച്ചു. ജയിൽ ചാടിയ സംഭവത്തിൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത പ്രതിയെ വിയ്യൂരിലെത്തിച്ചത് ഉച്ചയോടെ. ജയിൽ ചാട്ടം സംബന്ധിച്ച് പ്രത്യേക അന്വേഷണത്തിന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. വടക്കാഞ്ചേരിയിൽ വീണ്ടും വാഴക്കൊമ്പൻ. രാവിലെ ഇറങ്ങിയ കാട്ടാന അകമലയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പ്രദേശത്ത് വാഴക്കൊമ്പൻ ഇറങ്ങുന്നത് തുടർച്ചയായ 11ാം ദിവസം. ഒറ്റപ്പാലം നഗരസഭയിലെ വാർഡ് വിഭജനത്തിലെയും വോട്ടർ പട്ടികയിലെയും പാളിച്ചകൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മുസ്ലിം ലീഗ്. വോട്ടർ പട്ടികയിലും വാർഡ് വിഭജനത്തിലും മാറ്റം വരുത്താതെ നീതിപൂർവമായി തിരഞ്ഞെടുപ്പ് നടത്താനാകില്ല. കൂടുതൽ വോട്ടർമാരുള്ള വാർഡിൽ 1500-ലേറെ വോട്ടർമാർ. കുറവ് വോട്ടർമാരുള്ള ഏതാനും വാർഡുകളിൽ വോട്ടർമാരുടെ എണ്ണം 700-ൽ താഴെ മാത്രമെന്നും മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി. മണ്ണൂരിലും വോട്ടർ പട്ടികയിൽ പാളിച്ചയാരോപിച്ച് മുസ്ലിം ലീഗ്. പട്ടാമ്പി IPT റോഡ് നവീകരണം കുളപ്പുള്ളി വരെ നീട്ടും. IPT മുതൽ കുളപ്പുള്ളി വരെ 1.5 കിലോമീറ്ററിലേറെ ദൂരം നവീകരിക്കാൻ തീരുമാനമായത് ഷൊർണൂർ MLA നടത്തിയ ഇടപെടലിൽ. മാസങ്ങൾക്ക് മുമ്പ് നവീകരിച്ച ഷൊർണൂർ പരുത്തിപ്ര വാടനംകുറിശി റോഡ് വീണ്ടും തകർച്ചയിൽ. പാതയിലെ പല ഭാഗങ്ങളിലും വലിയ കുഴികൾ. റോഡ് നവീകരിച്ചത് 2.5 കോടി രൂപ ചിലവിൽ. വഴി തിരഞ്ഞൊരു പ്രതിഷേധയാത്ര. SDPIയുടെ വേറിട്ട സമരം. പൂർണ്ണ തകർച്ചയിലായ ഷൊർണൂർ കുളപ്പുള്ളി പാതയിൽ. കാലവർഷക്കലി. പരക്കെ നാശനഷ്ടം. നിരവധി വീടുകൾ തകർന്നു. വ്യാപക കൃഷിനാശവും. ഇരായിരി പഞ്ചായത്തിന്റെ പമ്പ് ഹൗസിൽ മോഷണശ്രമം. 2 പേരെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. ഓടി രക്ഷപ്പെട്ട മറ്റ് 2 പേർക്കായി തിരച്ചിൽ ഊർജിതമാക്കി പോലീസ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.